കേരള പത്രപ്രവർത്തക യൂണിയൻ KUWJ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള കേസരി സ്മാരക ട്രസ്റ്റിലെ അഴിമതിയെ ചൊല്ലി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വൻ സംഘർഷം. കാസർഗോഡ് ചേർന്ന യോഗത്തിലാണ് ആരോപണ വിധേയരായവർ വേദിയിലേക്ക് ചാടിക്കയറി ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. മൈക്ക് തകർക്കുകയും കസേരകൾ വലിച്ചെറുകയും ചെയ്ത് യോഗം അലങ്കോലമാക്കുകയായിരുന്നു. കേസരി സ്മാരക ട്രസ്റ്റിൽ ഓഡിറ്റ് പരിശോധനയ്ക്ക് ജില്ലാ കമ്മിറ്റി സഹകരിക്കുന്നില്ല എന്ന് സംസ്ഥാന ഓഡിറ്റ് കമ്മിറ്റി അംഗം ഷമീർ കലായി അറിയിക്കുകയായിരുന്നു. ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഓഡിറ്റ് പരിശോധന നീട്ടിവെപ്പിക്കുകയാണ്. കേസരി സ്മാരക മന്ദിരത്തിലെ കടമുറികളുടെ വാടക വരുമാനം വാർഷിക കണക്കുകളിൽ ഉൾപ്പെടുത്താത്തത് പരിശോധിക്കണമെന്ന് ഷമീർ കലായി പറഞ്ഞതോടെയാണ് മുൻ ഭാരവാഹികളായ കിരൺ ബാബുവിനെയും സുരേഷ് വെള്ളിമംഗലത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വേദിയിലേക്ക് ഇരച്ചു കയറി ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. മറ്റംഗങ്ങൾ ഇടപെട്ട് സ്ഥിതിഗതികൾ ഒതുക്കിയ ശേഷമാണ് യോഗം തുടർന്നത് തന്നെ. ഒരു മാസത്തിനകം കേസരി ട്രസ്റ്റിൽ ഓഡിറ്റ് പരിശോധന നടത്തണമെന്ന് സംസ്ഥാന കമ്മിറ്റി ഓഡിറ്റ് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലും സമാനമായ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായതായി ആരോപണം ഉയർന്നു വരികയായിരുന്നു. ദേശാഭിമാനിയിലെ റഷീദ് ആനപ്പുറം നടത്തിയ തിരിമറികൾ കാരണം മലപ്പുറം പ്രസ് ക്ലബ്ബ് വിജിലൻസ് അന്വേഷണം നേരിടുകയാണ് എന്നും ജില്ലാ ഭാരവാഹികൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ അറിയിക്കാതെ മറുവാക്ക് എഡിറ്റർ അംബികയ്ക്ക് സംസ്ഥാന പ്രസിഡന്റ് KP റജി ഇടപെട്ട് അംഗത്വം നൽകിയതായി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PK സജിത്തും ആരോപിച്ചിരിക്കുകയാണ്. മാധ്യമ ഉടമകൾക്ക് തൊഴിലാളി യൂണിയനിൽ അംഗത്വം നൽകുന്നത് ചട്ടവിരുദ്ധമാണ് എന്ന് കോഴിക്കോട് നിന്നുള്ള പ്രതിനിധികൾ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മോൻസൺ മാവുങ്കൽ കേസിൽ എറണാകുളം പ്രസ് ക്ലബിനെതിരായ ED നോട്ടീസ് പുറത്തുവിട്ടത് ജില്ലാ ഭാരവാഹികളാണ് എന്നുള്ള ആരോപണം ജില്ലാ പ്രസിഡന്റ് ഗോപൻ നിഷേധിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡൽഹിയിലെ ED ഓഫീസുമായി ബന്ധമുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്നാണ് നോട്ടീസ് ചോർന്നത് എന്ന് ഗോപൻ വാദിക്കുകയും ചെയ്തു. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് റോയി കൊട്ടാരച്ചിറക്കെതിരെ ന്യൂസ് 18 വനിതാ റിപ്പോർട്ടർ നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ മൊഴിയെടുപ്പ് നടന്നു വരികയാണ് എന്ന് അന്വേഷണ കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചിരിക്കുകയാണ്.